വീണ്ടും അതേ ദുരന്തം ആവർത്തിച്ചിരിക്കുകയാണ്. അതായത് ലിബിയൻ തീരമായിട്ടുള്ള കംബൂട്ടിൽ നിന്ന് പുറപ്പെട്ട കുടിയേറ്റ ബോട്ട് സെപ്റ്റംബർ 9 മുങ്ങി. 70-ലധികം സുഡാനികളും ദക്ഷിണ സുഡാനികളുമാണ് ഈ ബോട്ടിലുണ്ടായിരുന്നത്. ഇതുവരെ 19 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. 5 ദിവസത്തിന് ശേഷം 14 പേരെ രക്ഷപ്പെടുത്തി. 42 പേരെയാണ് ഇപ്പോഴും കാണാതായിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ലിബിയ എന്ന് പറയുന്നത് അവിടെ നിന്നാണ് പ്രധാനമായും യൂറോപ്പിലേക്കും മറ്റും ഈ കുടിയേറ്റക്കാർ ബോട്ടിലേക്ക് അനധികൃതമായി കയറി പോകുന്നത്. പലപ്പോഴും ബോട്ടുകളെല്ലാം മറിഞ്ഞ് ലിബിയയുടെ തീരങ്ങളിൽ മൃതദേഹങ്ങൾ വളരെ നാൾക്ക് ശേഷം അഴുകിയ മൃതദേഹങ്ങളൊക്കെ വന്ന് അടിയാറാണ് പതിവ്. ഇത് ഒരു പുതിയ സംഭവമല്ല അവിടെ. എങ്കിലും സർക്കാർ ഇതിനെ തടുക്കാനായിട്ട് പല ശ്രമങ്ങളും നടത്തുന്നുണ്ടെങ്കിലും ഇവിടെ നിന്നും ദുബായിൽ നിന്നും ലിബിയയിൽ നിന്നും പിന്നെ നേരെ ബോട്ട് മാർഗം യൂറോപ്പിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ലിബിയയിലെ കിഴക്കൻ തീരത്താണ് ഈ റബ്ബർ ഫ്രെയിം ചെയ്ത കുടിയേറ്റ ബോട്ട് മുങ്ങിയത്. അപകടത്തിൽ 19 പേര് മരിച്ചു. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷനാണ് ഈ ബോട്ട് മുങ്ങിയതായി റിപ്പോർട്ട് ചെയ്തത്. സെപ്റ്റംബർ 9 കാംബൌട്ട് പട്ടണത്തിന് സമീപം തീരം വിട്ട ബോട്ട് ആ ദിവസം മുങ്ങി. 70-ലധികം ദക്ഷിണ സുഡാനി പൗരന്മാരാണ് കാണാതായത്. 5 ദിവസത്തിന് ശേഷം 14 പേരെ രക്ഷപ്പെടുത്തി. 42 പേരെ ഇപ്പോഴും കാണാനില്ല. അതിജീവിച്ചവർ കടലിൽ ഇത്രയും കാലം എങ്ങനെയാണ് ജീവിച്ചത് എന്നുള്ള കാര്യത്തിൽ അതിശയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന രക്ഷാസംഘം എന്ന് പറയുന്നത്. കംബൂട്ട് ബീച്ചിൽ നിന്ന് മൃതദേഹം കണ്ടെടുക്കുന്നതിനെക്കുറിച്ച് ടോബ്രൂക്ക് ഭരണകൂടത്തിൽ നിന്ന് അടിയന്തര കോൾ ലഭിച്ചതായി ലിബിയൻ റെഡ് ക്രസന്റ് തിങ്കളാഴ്ച അവരുടെ ഫേസ്ബുക്കിൽ പറഞ്ഞു. റെഡ് ക്രസന്റ് നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുത്തു. പക്ഷേ അവ IOM റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന അതേ 19 മൃതദേഹങ്ങളാണോ അതോ വ്യത്യസ്തമാണോ എന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതിൽ 5 സ്ത്രീകളും ഒരു കുട്ടിയും ഉൾപ്പെടുന്നു. പടിഞ്ഞാറൻ തലസ്ഥാനമായിട്ടുള്ള ട്രിപ്പോളിയിലെ അന്താരാഷ്ട്ര അംഗീകാരമുള്ള ദേശീയ യൂണിവേഴ്സിറ്റി ഗവൺമെന്റ് ഭാഗമായിട്ടുള്ള സുവാറ നേവൽ ഓപ്പറേഷൻസ് ഫോഴ്സിന്റെ പ്രസ്താവന പ്രകാരം അബു ഖമ്മാഷ് പ്രദേശത്തിന്റെ തീരത്ത് ഒരു ബോട്ടിലായിരുന്നു ഈ കുടിയേറ്റക്കാർ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.